ഗുജറാത്ത് കലാപത്തിൻ്റെ 22ാം വാർഷികത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഗോദ്രയിലെ തീവണ്ടിക്ക് തീപിടിച്ച ശേഷമുള്ള കലാപം, ഗുൽബർഗ് സൊസൈറ്റിയിലെ കൂട്ടക്കൊല, ഇഹ്സാൻ ജഫ്രിയുടെ മരണം, നമുക്ക് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്, ഗുജറാത്തിലെ വംശഹത്യാ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ അതിവേഗത്തിൽ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. 22 വർഷം പിന്നിടുമ്പോൾ ഗുജറാത്തിലെ ആ വിലാപങ്ങളെക്കുറിച്ച്, അന്നത്തെ ആസൂത്രിത കലാപത്തെക്കുറിച്ച്, അതിൻ്റെ സംഘാടകരെക്കുറിച്ച് ഇന്ത്യ ഓർക്കുന്നുണ്ടോ, അതോ അവ സൗകര്യപൂർവ്വം മറവിയിലേക്ക് തള്ളിയിടപ്പെട്ടോ? അത് സംസാരിക്കുകയാണ് നമ്മൾ. ദാവൂദ്, എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട സംഗതികളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കാതെ വയ്യ. പക്ഷേ പ്രധാനമന്ത്രി ഇന്ന് നിൽക്കുന്നത് വിശ്വഗുരുവിൻ്റെ ഒരു ചെയറിലാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യ ആകെ തന്നെ ഗുരുവായും പിതാവായും സഹോദരനായും ഒക്കെ ആരാധിക്കപ്പെടുന്ന, ഭഗവാനായി പോലും ആരാധിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. സോ നരേന്ദ്രമോദിയുടെ ആ ഭാവമാറ്റം, രൂപമാറ്റം, ഇമേജിൻ്റെ ചേഞ്ച്, അതിനോടൊപ്പം സമ്പൂർണ്ണമായും ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞ രക്തം ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലാത്ത ആ സംഗതി മാഞ്ഞുപോയോ? ഈ ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്നത് അത് ഒരു വംശഹത്യയുടെ കഥ മാത്രമല്ല, അത് ഇന്ത്യയുടെ ഭാഗതയും ഇന്ത്യയുടെ ഡെസ്റ്റിനിയെ നിർണ്ണയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. ആ നിലക്ക് അതിനെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നുണ്ടായ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിൽ ഒരു കാര്യം, നരേന്ദ്രമോദി എന്ന് പറയുന്നത് നോക്കൂ, ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം അമേരിക്കയിലും ബ്രിട്ടനിലും പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരാളാണ്, വിസ നിഷേധിക്കപ്പെട്ട ആളാണ്. അദ്ദേഹം അമേരിക്കയിലെ ഈ ഹിന്ദുത്വ സംഘടനയുടെ ഒരു കോൺഫറൻസ്, വീഡിയോ കോൺഫറൻസിലൂടെ അറ്റൻഡ് ചെയ്ത് ഓർക്കുന്നുണ്ടോ നിഷാദ്? അങ്ങനെ തിരസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. എന്തുകൊണ്ടാണ് തിരസ്കരിക്കപ്പെട്ടത്? ദർ ഈസ് ബ്ലഡ് ഇൻ ഹിസ് ഹാൻഡ് എന്നുള്ളതായിരുന്നു ലോകത്തിൻ്റെ നിശ്ചയം, തീർപ്പ്. പക്ഷേ അതിനെല്ലാം മറികടന്ന് ഈ പറഞ്ഞ മാതിരി ഈ ബ്ലഡ് ഇൻ ഹിസ് ഹാൻഡ് എന്നൊരു നിൽക്കുന്നൊരു മനുഷ്യൻ വിശ്വഗുരുവായിട്ട് പരിവർത്തിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് അതിനകത്തുള്ളത്. അപ്പം അതിൽ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് നരേന്ദ്രമോദി ഇതിലേക്ക് ഈ മേക്കിംഗ് ഓഫ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ പ്രോജക്റ്റിൽ ഗുജറാത്ത് വംശഹത്യ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് അറിയണമെങ്കിൽ ഒരു ചെറിയ കാര്യം നോക്കിയാൽ മതി. നോക്കൂ, കേശുഭായ് പട്ടേൽ ആയിരുന്നു അവിടെ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം വരുന്നു, വേണ്ടത്ര ഗവേണൻസിൻ്റെ കാര്യത്തിൽ പരാജയപ്പെടുന്നു. ഈ ഭുജിലെ ഇത് വന്നല്ലോ, ഭൂചലനം വന്നു, അതിനുശേഷം അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിൽ പരാജയം. അങ്ങനെ BJP നാഷണൽ ലീഡർഷിപ്പ് തന്നെയാണ് കേശുഭായ് പട്ടേലിനെ മാറ്റണം എന്നൊരു ആലോചന വരുന്നു. അപ്പോൾ അവർ ആദ്യം കണ്ടിരുന്നത് നരേന്ദ്രമോദിയെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാനായിരുന്നു. അപ്പം അഡ്വാനിയും വാജ്പേയിയും ഒക്കെ ആ ഒരു നിർദ്ദേശം മോഡിക്ക് മുമ്പ് വെക്കുന്നുണ്ട്. പക്ഷേ മോഡി എന്ന് പറഞ്ഞു, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് ഞാൻ പോകുന്നില്ല, ഫുൾ കൺട്രോൾ ഓഫ് ഗുജറാത്ത്, അങ്ങനെയാണെങ്കിൽ പോകാം. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സൺ എന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് വഴങ്ങേണ്ടി വരുന്നു, അദ്ദേഹം പോകുന്നു. 2001 ഒക്ടോബറിലാണ് പുള്ളി അവിടെ ചീഫ് മിനിസ്റ്റർ ആവുന്നത്. ഒക്ടോബർ ചീഫ് മിനിസ്റ്റർ ആവുന്നു. 2002 ഫെബ്രുവരി 23 അദ്ദേഹം MLA അല്ല കേട്ടോ, രാജ്കോട്ട് 2 മണ്ഡലത്തിൽ ആണ് മത്സരിക്കുന്നത്. ഫെബ്രുവരി 22 ആ ബൈ ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. അപ്പം മോഡി ചീഫ് മിനിസ്റ്ററായി ഗുജറാത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ഒരുതരം എന്താ പറയുക, അൺവെൽക്കമിങ് സിറ്റുവേഷൻ ആയിരുന്നു. പ്രധാനപ്പെട്ട കാരണം ഈ പേര് നിശ്ചയമായി ഓർക്കണം, സഞ്ജയ് ജോഷി. ആ പേര് ഓർക്കണം. സഞ്ജയ് ജോഷി എന്ന് പറയുന്നത് അന്ന് BJPയുടെ സംഘടനാ സെക്രട്ടറി, നരേന്ദ്രമോദിയായിരുന്നു സംഘടനാ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം BJPയുടെ ഗുജറാത്തിൽ കാര്യങ്ങൾ നോക്കിയായിരുന്നു. സംഘടനാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ ചീഫ് മിനിസ്റ്ററായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഗുജറാത്തിലെ കാര്യങ്ങൾ, കേശുഭായ് പട്ടേലാണ് ചീഫ് മിനിസ്റ്ററെങ്കിലും കാര്യങ്ങൾ നോക്കി നടന്നിരുന്നത് സഞ്ജയ് ജോഷി. നായനാരുടെ കാലത്ത് P. ശശിയില്ലേ, അതായിരുന്നു സഞ്ജയ് ജോഷി. എല്ലാം അദ്ദേഹമായിരുന്നു. അവിടെയാണ് മോഡി വരുന്നത്. സഞ്ജയ് ജോഷിയെ ഡൽഹിക്ക് വിടുന്നു. അവർ തമ്മിൽ അപ്പോഴും ഗുജറാത്തിൽ സഞ്ജയ് ജോഷിക്ക് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പിന്നെ ഹരൻ പാണ്ഡ്യ പിന്നീട് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്, മനസ്സിലാക്കണം. 2003 കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഹരൻ പാണ്ഡ്യയും മോഡിയുടെ പല നടപടികളോട് യോജിപ്പുള്ള ആളായിരുന്നില്ല. മൊത്തത്തിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം, അവിടുത്തെ ഒരു എക്കോ സിസ്റ്റം മോദിക്കെതിരായിരുന്നു. അങ്ങോട്ട് ചേരുന്നില്ല, ജല്ലാവാത്തൊരു പ്രശ്നം മോദിക്കുണ്ടായിരുന്നു. 2002 ഫെബ്രുവരി 23 ഇലക്ഷനിൽ ജയിക്കുന്നു, ബൈ ഇലക്ഷനിൽ ജയിക്കുന്നു. 27 ഗോദ്ര ആരംഭിക്കുന്നത്. ഗോദ്രയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഗോദ്ര സംഭവിക്കുന്നു, പിറ്റേന്ന് മുതൽ കലാപം നടക്കുന്നു. ഈ ഗോദ്രയിൽ നിന്ന് 90 കിലോമീറ്ററോ മറ്റോ അകലെയുണ്ട് അഹമ്മദാബാദിലേക്ക്. ഈ കത്തിക്കരിഞ്ഞ ബോഡികളുമായിട്ട് ഘോഷയാത്രയായിട്ട് മുഖ്യമന്ത്രി പോവുകയാണ്.
ഒരു സംസ്ഥാനത്ത് ബന്ദിന് ആഹ്വാനം ചെയ്യണം മുഖ്യമന്ത്രിയാണ്. അതുകൂടെ മനസ്സിലാക്കണ്ടോ. ഇങ്ങനെ ആ ഡെഡ് ബോഡീസ് സാധാരണ ഒരു അപകടമാവട്ടെ ആക്രമണം എന്തോ ആവട്ടെ ആളുകൾ കൊല്ലപ്പെട്ടാൽ ആർക്കാണ് ഡെഡ് ബോഡി കൈമാറുക? ബന്ധുക്കൾക്കാണ്. അവിടെ ആർക്കാണ് കൈമാറിയെന്നറിയോ? അവിടുത്തെ VHPയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനാണ് കൈമാറിയിരിക്കുന്നത്. അതിൻ്റെ ലോജിക്ക് എന്താണ് അതിൻ്റെ ചട്ടം എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. ഈ ഡെഡ് ബോഡീസ് മുഴുവൻ കൈമാറുന്നത് VHPയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനാണ്. അങ്ങേരും മോഡിയും കൂടിയിട്ട് ഇതുമായിട്ട് അഹമ്മദാബാദിലേക്ക് പോകുന്നു. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രം. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഫെബ്രുവരി 23 വരെ ഉണ്ടായിരുന്ന ആ ഒരു അദ്ദേഹം അനുഭവിച്ചിരുന്ന അതുണ്ടല്ലോ ആ സിറ്റുവേഷൻ അല്ല അതിന് ശേഷം പിന്നെ വേറൊരു ഗുജറാത്തായി അത് മാറുകയാണ്. അങ്ങനെയാണ് ആ മേക്കിംഗ് ഓഫ് മോഡി നടക്കുന്നത്. അപ്പോൾ അതിൽ 2000 മനുഷ്യർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ആ കൊലപാതകങ്ങളെക്കുറിച്ച് ഒന്നും വേണ്ട, ബിൽക്കീസ് ബാനുവിൻ്റെ കഥ മാത്രം കേട്ടാൽ മതി എന്തായിരുന്നു ഗുജറാത്ത് വംശഹത്യ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന് ശേഷം 10 വർഷം ഇന്ത്യ ഭരിച്ചത് ആരാണ്? UPA ആണ്. UPA 10 വർഷം ഭരിച്ചു. ഇദ്ദേഹം അതിനുശേഷം വന്ന മന്ത്രിസഭ UPA മന്ത്രിസഭയിൽ ലാലു പ്രസാദ് യാദവ് ആയിരുന്നു റെയിൽവേ മിനിസ്റ്റർ. അദ്ദേഹം ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കുന്നുണ്ട്, UC ബാനർജി കമ്മിറ്റി. ഈ ഗോദ്ര തീവെപ്പിൻ്റെ എന്താണ് യഥാർത്ഥ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ എന്താണ് പിന്നീട് നടപടികളുണ്ടായത്? ഞാൻ പറയുന്നത് ഗുജറാത്ത് കലാപാനന്തരം നടന്നിട്ടുള്ള കാര്യങ്ങൾ, അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള കൊലപാതകങ്ങൾ, പരമ്പരകൾ, ഇതിലെല്ലാം പ്രതികളായ മനുഷ്യരുണ്ടല്ലോ. ഇതിലെല്ലാം ഒരു സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. വലിയ വലിയ ഗൂഢപദ്ധതികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഓരോന്നിനെയും പിന്നാലെ കൂടി വളഞ്ഞിട്ട് പൂട്ടാൻ 10 വർഷം ആ സർക്കാരിൻ്റെ കയ്യിൽ ഒരു സർക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരെന്തു ചെയ്തു എന്നുള്ളത്, അവരൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ അവർ വേണ്ടതുപോലെ ചെയ്തില്ല എന്നുള്ളതാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു ഇവൻ്റായി മാറാൻ കാരണം. പളനിയപ്പൻ ചിദംബരം ആ കാലത്ത് ഹോം മിനിസ്ട്രി ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത ആളാണ്. ഞാൻ പറയും, കോൺഗ്രസിൻ്റെ തകർച്ചയിൽ പി വി നരസിംഹറാവുവിനാണ് ഒന്നാമത്തെ പങ്കെങ്കിൽ രണ്ടാമത്തെ പങ്ക് പളനിയപ്പം ചിദംബരത്തിനാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന ഡീപ്പ് സ്റ്റേറ്റ് ഏറ്റവും തീവ്രമായി, ഏറ്റവും അഗാധമായി വർക്ക് ചെയ്തൊരു കാലമാണ്. അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പകച്ചു നിൽക്കുക മാത്രമാണ് ഇവർ ചെയ്തത്. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിന് കയറി പോകാൻ പറ്റിയത്. മാത്രമല്ല പവറുള്ളപ്പോൾ എന്താ അപ്പുറത്ത് ചെയ്യണമെന്ന് അവരിപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണത് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്താകുന്നു? ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ. ഇന്നലെ എഹ്സാൻ ജഫ്രിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. എഹ്സാൻ ജഫ്രി ആരാണ്? കോൺഗ്രസിൻ്റെ ഗുജറാത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവ്, എല്ലാവരാലും ആദരിക്കപ്പെട്ട നേതാവ്. അദ്ദേഹത്തെ എങ്ങനെയാണ് കൊന്നതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണല്ലോ. ആ മനുഷ്യൻ്റെ രക്തസാക്ഷി ദിനമാണ് ഇന്നലെ. രാഹുൽ ഗാന്ധിയുടെ ട്വിറ്ററൊന്ന് പോയി നിഷാദേ, ഒരു ഓർമ്മയുടെ ഒരു അരവാചകം കാണാൻ പറ്റില്ല. ഇന്നലെ രാജേന്ദ്ര പ്രസാദിൻ്റെയും ചന്ദ്രശേഖർ ആസാദിൻ്റെയൊക്കെ മരണദിനത്തെ അദ്ദേഹം ഈ ദിവസങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു സഹപ്രവർത്തകൻ MP പട്ടാപ്പകൽ ഇപ്പോൾ ഈ നിരന്തരമായ വിചാരണക്കും ഉപരോധത്തിനുമൊടുവിൽ കുടുംബത്തോടും അയൽവാസികളോടും ഒപ്പം കൊല ചെയ്യപ്പെട്ടതിൻ്റെ വാർഷികത്തിൽ അതേക്കുറിച്ച് ട്വിറ്ററിൽ ഒരു കുറിപ്പിടാൻ പോലും സാധിക്കാത്ത വിധം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പ്രതിപക്ഷം ചെന്ന് വിട്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെന്ന് വിട്ടത്? ഗുജറാത്ത് വംശഹത്യയുടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ നോർമലൈസ് ചെയ്യാൻ, അതിനെ ദേശീയ ധാരയുടെ ഭാഗമാക്കി മാറ്റാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ഗുജറാത്തിൽ ആളുകളെ കൂട്ടക്കൊല ചെയ്തു, ഗർഭിണികളെ ബലാത്സംഗം ചെയ്തു, അവരുടെ വയറ് കുത്തിക്കീറി, പിഞ്ചു കുഞ്ഞുങ്ങളെ തൃശ്ശൂരത്തിൽ കുത്തിയെടുത്തു എന്നുള്ളത് മാത്രമല്ല, അതിനെ ഒരു നോർമൽ, ഒരു ദേശീയതയുടെ ഭാഗമാക്കി മാറ്റാൻ പറ്റി. ആ സംഭവത്തെ തന്നെ ഒരു ദേശീയതയുടെ ഭാഗമാക്കി മാറ്റാൻ പറ്റി. അതുകൊണ്ടാണ് എഹ്സാൻ ജാഫ്രിക്ക് വേണ്ടി ഒരു വാചകം എഴുതാൻ, ഒരു അരവാചകം എഴുതാൻ ഇവർക്ക് സാധിക്കാതെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് സങ്കടകരമായൊരു കാലമാണ്, പ്രയാസകരമായ കാലമാണ്. പക്ഷേ നമ്മൾ സാധാരണ പറയല്ലോ, ഈ കാലവും കടന്നു പോകും എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ കാലവും കടന്നു പോകും, പക്ഷെ അത് എത്ര എളുപ്പമായിരിക്കില്ല. കുറച്ച് പ്രയാസം, ത്യാഗം സഹിക്കേണ്ടി വരും. അല്ല അജിംസ്, ഈ
ഗുജറാത്ത് വംശഹത്യയുടെ ഓർമ്മ ഏതാണ്ട് മൊത്തത്തിൽ പോയോ ഇന്ത്യയിൽ നിന്ന്? സംഗതി വൈപ്പ് ഔട്ടായോ? പോയി എന്നുള്ളതല്ല, ആ ഗുജറാത്ത് കലാപം ഓർമ്മിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാതായി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഗുജറാത്ത് കലാപം മാത്രമായിട്ട് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓർക്കുന്നത് ചോദിച്ചാൽ, അപ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും ധാരാളം കലാപങ്ങൾ, അതിന് കലാപം എന്നൊന്നും പറയാൻ പറ്റില്ല, വംശഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ആ ഇന്ത്യയിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യാനന്തരം നടന്നിട്ടുള്ള എല്ലാ കലാപങ്ങളിലും RSSൻ്റെ പങ്കിനെ പറ്റി ആ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ കമ്മീഷനുകൾ സൂചിപ്പിക്കുന്ന കാര്യം, ഇതിൽ ഇന്ന ഇൻസിഡൻസിൽ RSS പ്രവർത്തകർ പങ്കെടുത്തു, പക്ഷേ അവർക്ക് അവരുടെ സംഘടനാ നേതൃത്വത്തിൻ്റെ അനുമതിയോടെ അല്ല അവർ പങ്കെടുത്തെന്ന് പ്രത്യേകം പറയുകയും ചെയ്യും. കാരണം സംഘടനാ നേതൃത്വം എഴുതി കൊടുത്തിട്ടല്ലോ കലാപം നടത്തുക, അവർ പ്രത്യേകമായി നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല. അപ്പോൾ ഇങ്ങനെ RSS സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്കറിയാം, ഇപ്പോൾ ഗാന്ധി വധത്തിന് ശേഷം അവർ നിരോധിക്കപ്പെട്ടു. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം അവർ കുറേ നാൾ സൈലൻ്റാണ്. അവരുടെ പൊതുപ്രവർത്തനങ്ങൾ ദൃശ്യമായിരുന്നില്ല. പക്ഷെ അവരെന്താണ്, അടിത്തട്ടിൽ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ആ പണിയെ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി പോലുള്ള പ്രധാനമന്ത്രിയാണ് നിസ്സാരവൽക്കരിക്കുകയോ അവഗണിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരധികം ആളൊന്നുമില്ല ഇന്ത്യയിൽ, അവരുടെ പുറകെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ആ പണിയെടുക്കുമ്പോഴെല്ലായിടത്തും ഒരു നിശ്ചിത ഇടവേളകളിൽ ഇന്ത്യയിലെ ഉത്തരേന്ത്യ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം, ഒട്ടുമിക്ക നഗരങ്ങളിലും, ഇപ്പോൾ ഔറംഗാബാദ്, മൂർഷിദാബാദ് എന്ന് തുടങ്ങിയ എല്ലാ ബാദുകളിലും ഇത്തരത്തിലുള്ള കലാപങ്ങൾ നടക്കുന്നുണ്ട്. ചെറുതാണെങ്കിലും കലാപങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടൊരു കലാപം എന്ന് പറഞ്ഞാൽ ഭഗൽപൂർ കലാപമാണ്. ഭിവണ്ടി, അങ്ങനെ ഭഗൽപൂർ, മുറാദാബാദ്, മൂർഷിദാബാദ്, മീററ്റ്, അപ്പോൾ ഈ അങ്ങനെ പലതരം കലാപങ്ങൾ നടക്കുന്നത്. ഈ കലാപങ്ങൾക്ക് കുറേ കൂടി അതിൻ്റെ ഒരു ഡെൻസിറ്റി കൂടി വരുന്നത്, അതിൻ്റെ ഒരു ഇടവേളകൾ കുറഞ്ഞു വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ ഈ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ വിശാലമായ പ്രതിപക്ഷ സഖ്യത്തിലേക്ക് വരൂ എന്ന് RSSനെ ക്ഷണിക്കുമ്പോഴാണ് അവർക്ക് കുറേ കൂടി ദൃശ്യത വരുന്നത്. അതുവരെ അവരങ്ങനെ പ്രത്യക്ഷത്തിൽ അവരെ കാണാനുണ്ടായിരുന്നില്ല. അതോടുകൂടി എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ബാബരി മസ്ജിദ് പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ ബാബരി മസ്ജിദ് പ്രശ്നം, ബാബരി മസ്ജിദ് അയോധ്യ മൂവ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം ഉത്തരേന്ത്യയിലെ നിരവധി സ്ഥലങ്ങളിൽ ഭഗൽപൂരൊക്കെ അപ്പോഴാണ് ഉണ്ടാകുന്നത്, നെല്ലി കലാപം ഉണ്ടാകുന്നു, അങ്ങനെ നിരവധി കലാപങ്ങൾ ഉണ്ടാകുന്നു. ഈ കലാപങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കലാപം എങ്ങനെ നടന്നു, അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണെന്നൊന്നും കൃത്യമായി അന്വേഷിക്കുകയോ അവരെ വിചാരണ ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ കലാപങ്ങളുടെ പ്രത്യേകത. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒരു ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. ഡൽഹി സിഖ് റൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, സിഖ് വംശഹത്യ 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ വംശഹത്യയാണ്. അപ്പോൾ ഇന്ത്യയിലെ കലാപങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം, പ്രിസിഷൻ ടാർഗറ്റാണ്. ആരെയാണ് കൊല്ലേണ്ടത്, ആരുടെ വീടാണ് കത്തിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങളോടെയാണ് ആ വംശഹത്യകൾ നടക്കുന്നത്. അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്റൻറ്റ് സംഘടനയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ 1984 സിഖ് റൈറ്റിൽ കോൺഗ്രസ്സുകാരാണ് ചെയ്തതെന്നാണ് പൊതുവെ പറയുന്നത്. കുറേ കോൺഗ്രസ്സുകാരെ ശിക്ഷിക്കുകയും ആ പാർട്ടി പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് സിഖ് റൈറ്റിൻ്റെ പേരിൽ. അപ്പോൾ ആ മാപ്പ് പറഞ്ഞതിനെതിരെ പ്രധാനമന്ത്രി 2005 അദ്ദേഹം ചുമതലയേറ്റ് ആദ്യം പ്രധാനമന്ത്രി ആയതിൻ്റെ പിറ്റേ വർഷം 2005 പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയിട്ടുണ്ട്. സിഖ് കലാപത്തിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുന്നു, ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും ഒക്കെ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കും. ഇങ്ങനെ ഖേദം പ്രകടിപ്പിച്ചതിനെതിരെ RSS ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, അങ്ങനെ ഖേദം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എന്ന് മാത്രമല്ല, ഈ ഖേദപ്രകടനം NCERTയുടെ പാഠപുസ്തകങ്ങളിലുണ്ടായിരുന്നു. UPA ഭരണകാലത്ത് NCERTയുടെ പാഠപുസ്തകങ്ങളിൽ സിഖ് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിച്ച ഖേദപ്രകടനം ഉൾപ്പെടുത്തിയിരുന്നു. അത് നീക്കം ചെയ്യണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു സംഘടന RSS ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ സിഖ് കലാപത്തിൽ RSSൻ്റെ പങ്കിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ ഷംസുൽ ഇസ്ലാമിൻ്റെ ഒരു പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ 2019 ഭാരതരത്ന കിട്ടിയ ഒരാളെ പറ്റി അടുത്തിറക്കി ചർച്ച ഉണ്ടായിരുന്നല്ലോ, നാനാജി ദേശ്മുഖ്, RSS നേതാവാണ് അദ്ദേഹം. അപ്പോൾ ഈ സിഖ് കലാപം നടക്കുമ്പോൾ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി. ഒരു കുറിപ്പ് മീൻസ് ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. RSSൻ്റെ രീതിയാണ് ലഘുലേഖ, ഹിന്ദി ഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ. ഇതിൽ അദ്ദേഹം ഈ സിഖ് കലാപത്തിൻ്റെ പേരിൽ സിഖുകാരെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ കൊന്നിട്ടല്ലേ, ഇന്ദിര ദുർഗയായിരുന്നു, ഇന്ദിരാഗാന്ധിയെ കൊന്നതിൻ്റെ പേരിലല്ലേ. അതുപോലെ ഈ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലഘുലേഖ നോക്കണം, കലാപം ഓൺഗോയിങ് ആണ്. അതുപോലെ നിങ്ങൾ ചെറുത്ത് നിൽക്കാൻ പാടില്ല, സിഖുകാരുടെ അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ്. നിങ്ങൾ സായുധമായോ അല്ലാതെ ചെറുത്ത് നിൽക്കരുത്, അത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് ആ ലഘുലേഖ പറയുന്നത്. ഈ ലഘുലേഖ ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് പ്രതിപക്ഷ് എന്നു പേരുള്ള ജോർജ് ഫെർണാണ്ടസിൻ്റെ കീഴിലിറങ്ങുന്ന ഒരു പത്രത്തിലാണ്. ജോർജ് ഫെർണാണ്ടസ് പിന്നെ NDAയുടെ ഭാഗമായിട്ട് അദ്ദേഹം പ്രതിരോധ മന്ത്രിയാവുകയും ചെയ്തു. അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ ലഘുലേഖ തന്നെ ലഘുലേഖ പ്രസിദ്ധീകരിക്കപ്പെട്ടു, പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ 1984 സിഖ് കലാപത്തിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ അത് ഓർക്കസ്ട്രേറ്റ് ചെയ്തത് RSS ആണെന്നാണ് ഷംസുൽ ഇസ്ലാം പറയുന്നത്.
പക്ഷേ കോൺഗ്രസ് പല കാലങ്ങളിലും ഇപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് RSSലേക്ക് ഈ നമ്മൾ സംജോത എക്സ്പ്രസ് പോകേണ്ടതിൻ്റെ കാര്യം പറയും, ഇന്ദ്രേഷ് കുമാറിലത്തെ ഇപ്പോൾ അന്വേഷണം അവസാനിച്ചത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ കലാപങ്ങളിലൊന്നും RSSൻ്റെ നേതാക്കളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇക്കാലം അത്രയും ഭരിച്ച കോൺഗ്രസ്സിന് കഴിയാതിരുന്നു ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയിട്ടുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രി. അദ്ദേഹം വരുന്നു, പാർലമെൻറ്റ് പിരിച്ചുവിടുന്നു, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം എങ്ങനെയാണ് അത്രയും ഭൂരിപക്ഷം കിട്ടിയതെന്ന് വെച്ചാൽ ആ സമയത്ത് RSSൻ്റെ പിന്തുണ രാജീവ് ഗാന്ധിക്കായിരുന്നു. രാജീവ് ഗാന്ധിക്ക് ആ പിന്തുണ കിട്ടുന്നത് ഇപ്പോൾ റഷീദ് കിദ്വായുടെ പുസ്തകത്തിൽ 24 അക്ബർ റോഡിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഒരു ദൂതനെ രാജീവ് ഗാന്ധി നാഗ്പൂരിലേക്ക് അയക്കുന്നു, ഇന്ന ഉറപ്പുകളിന്മേൽ. ആ ഉറപ്പുകളുടെ ഭാഗമായിട്ട് ബാബരി മസ്ജിദിൽ പിന്നീട് നടന്ന സംഭവവികാസങ്ങൾ, ഇന്ന ഉറപ്പുകളിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തെ പരസ്യമായി RSS പരസ്യമായി പിന്തുണയ്ക്കുന്നു. വൻ ഭൂരിപക്ഷത്തോടുകൂടി രാജീവ് ഗാന്ധി അധികാരത്തിൽ. അങ്ങനെ വൻ ഭൂരിപക്ഷം കിട്ടാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ജനസംഘത്തിന് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് 60-ലധികം സീറ്റുകളുണ്ടായിരുന്നു പാർലമെൻറ്റിൽ. 60-ലധികം സീറ്റുകളുണ്ടായിരുന്നു ജനസംഘത്തിന്. അത് 2 സീറ്റിലേക്ക് എങ്ങനെ ഒതുങ്ങുന്നത്? ജനസംഘം പിരിച്ചുവിട്ട് BJP 1982 ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഈ 2 സീറ്റായി കുറയുന്നത്? അതിനർത്ഥം RSSൻ്റെ പിന്തുണ BJPക്ക് ആയിരുന്നില്ല ആ സമയത്ത്. RSSൻ്റെ പിന്തുണ കോൺഗ്രസിനായിരുന്നു. അതുകൊണ്ടാണ് രാജീവ് ഗാന്ധിക്ക് അത്രയും സീറ്റ് കിട്ടുന്നത്. അത് പിന്നീട് 82ലേക്ക് വളരുന്ന ആ പിന്തുണ പിൻവലിച്ച് BJP കൊടുക്കുമ്പോഴാണ്. മനസ്സിലാവുണ്ടോ? അല്ലാതെ 60 സീറ്റ് ഉണ്ടായിരുന്ന ജനസംഘത്തിൽ നിന്ന് എങ്ങനെയാണ് 2 സീറ്റിലേക്ക് BJP കുറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരേ വോട്ട് ബാങ്ക് ആണല്ലോ, ഒരേ പാർട്ടിയുടെ 2 രൂപങ്ങളാണല്ലോ. അപ്പോൾ ആ സമയത്ത് പിന്തുണ കോൺഗ്രസിനായിരുന്നു. കോൺഗ്രസ് RSSൻ്റെ പിന്തുണ എൻജോയ് ചെയ്തിട്ടുണ്ട് രാജീവ് ഗാന്ധിയുടെ കാലത്ത്. അതിൻ്റെ തിക്തഫലങ്ങളാണ് പിന്നീട് അനുഭവിക്കുന്നത്. പിന്നീട് കോൺഗ്രസ്സുകാർക്ക് തന്നെ തോന്നി, ഞങ്ങൾ RSSകാരായിക്കൊണ്ട് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നതാണോ, ഹിന്ദുത്വം തന്നെയാണോ തങ്ങളുടെ ഐഡിയോളജി? അതായത് നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും കാലത്ത് ഒരു പരിധിവരെ നിലനിന്ന കോൺഗ്രസിൻ്റെ ഐഡിയോളജി അവർ മറന്നുപോവുകയും RSSകാരായി കോൺഗ്രസ് മാറുകയും ചെയ്തു. അതിൻ്റെ ഫലമാണ് പിന്നീട് അനുഭവിക്കുന്നത്. പക്ഷേ ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതൊരു ടെലിവൈസ്ഡ് കലാപമായിരുന്നു. അതുവരെ കലാപം നടന്നു, ആരൊക്കെ ചത്തു എന്ന് അല്ലെങ്കിൽ ആരൊക്കെ മരിച്ചു എന്നൊക്കെ പത്രത്തിൽ വാർത്ത വരുന്നല്ലാതെ ഇതെന്താണ് കലാപം എന്ന് ഇന്ത്യ കാണുന്നത്, ഇന്ത്യയെ കാണിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന ഒരു ടെലിവൈസ്ഡ് കലാപം എന്ന നിലയിൽ ഗുജറാത്ത് കലാപമാണ്. പിന്നെ അതിൽ മരിച്ചവരുടെ എണ്ണവും കൂടുതലാണ് മറ്റ് കലാപങ്ങളെക്കാൾ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. അത് വന്നതോടുകൂടി പിന്നീട് ടെലിവിഷൻ വ്യാപകമായത്, ഒരു സ്വകാര്യ ടെലിവിഷൻ വ്യാപകമായതോടുകൂടി ഒരു കലാപം ഓർക്കസ്ട്രേറ്റ് നടപ്പാക്കുക എന്നുള്ളത് ആ പാർട്ടിക്ക് ഒരുപക്ഷെ തിരിച്ചടിയാവും എന്നുള്ളതുകൊണ്ടാണ് അതിനുശേഷം ഉള്ള കാലങ്ങളിൽ കലാപം എന്നൊരു സ്ട്രാറ്റജി വിട്ടിട്ട് ഭീകരാക്രമണങ്ങൾ, ബോംബാക്രമണങ്ങൾ എന്നതിലേക്ക് അത് തിരിയുന്നത്. പിന്നീട് രാജ്യം കാണുന്ന കലാപങ്ങളല്ല, ബോംബാക്രമണങ്ങളാണ്. പിന്നെ നടക്കുന്ന ഒരു കലാപം മറ്റേ UP മുസഫർ നഗർ കലാപമാണ് നമ്മൾ കാണുന്നത്. പിന്നെ കലാപങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പകരം ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇനി കലാപങ്ങളുടെ ആവശ്യമില്ല. കലാപങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയി തന്നെ ആളുകൾ നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. അതിന് പലവിധ മാർഗ്ഗങ്ങളുണ്ട്. കലാപം നടത്തേണ്ട ആവശ്യമില്ല. ആളുകളെ പിടിച്ച് ജയിലിൽ ഇടാം, അവരുടെ വീടുകൾ തകർത്തളയാം. മുമ്പൊക്കെ വീട് തകർക്കണമെങ്കിൽ കലാപം നടത്തണമായിരുന്നു, തീ വയ്ക്കണമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒന്നും ആവശ്യമില്ല. ഒരാവശ്യമില്ലാണ്ട് ബുൾഡോസർ അയച്ചാൽ ആരെ വീടും തകർത്ത് കളയാം, ആരെ പിടിച്ചും ജയിലിലിടാം, എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കലാപം നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മോദി എന്ന ഒരു അയൺമാൻ എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ഒരാളുടെ ഉദയത്തിന് ഗുജറാത്ത് കലാപം കാരണമായിട്ടുണ്ടാകാം. പക്ഷേ മോദി അല്ലെങ്കിൽ മറ്റൊരാൾ, കാരണം RSS ഇവിടെയുണ്ട്, RSS നേതൃത്വം നൽകുന്ന ഡീപ് സ്റ്റേറ്റ് ഇവിടെ ഉള്ളിടത്തോളം കാലം നാളെ മോദി ഇല്ലാതായ മറ്റൊരു മോദി വരും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. യെസ്.